ഡിയർ സ്റ്റുഡൻസ്, ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ 7ാമത്തെ ചാപ്റ്ററാണ് 1857 റിവോൾട്ട്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ പൊതുവായ കാരണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ കലാപം പെട്ടെന്ന് പൊട്ടിപ്പിഴപ്പാനുണ്ടായ കാരണം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 1857 ഒരു ജനകീയ കലാപത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കലാപത്തെ ആളിക്കത്തിക്കാൻ ഒരു തീപ്പൊരിയുടെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടയുടെ രൂപത്തിലാണ് സിപായിമാർക്കിടയിൽ ഈ ഒരു തീപ്പൊരി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ലഹള പൊതുജനങ്ങൾക്ക് കലാപമുണ്ടാക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വെടിയുണ്ട, അതായത് പുതിയ എൻഫീൽഡ് തോക്ക് കരസേനയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. ഈ വെടിയുണ്ട തോക്കിൽ നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കടലാസ് കവറിൻ്റെ വശം കടിച്ചെടുത്ത് കളയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് ഈ ഗ്രീസ് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയതാണെന്നുള്ള ഒരു കിംവദന്തി പരക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 1857 കലാപം ആളിക്കത്തിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടയുടെ വിതരണമായിരുന്നു. ഇന്ത്യൻ ശിപായിമാർക്കിടയിൽ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട വിതരണം ചെയ്തു. ഇത് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് കൊഴുപ്പാണ് ഇതിലുള്ള ഗ്രീസ് എന്നുള്ള ഒരു പ്രചാരം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ശിപായിമാർക്ക് ഈ രണ്ട് ജീവികളും നിഷിദ്ധമായിരുന്നു. മുസ്ലിങ്ങൾക്ക് പന്നിയും ഹിന്ദുക്കൾക്ക് പശുവും നിഷിദ്ധമായ ജീവികളായിരുന്നു. അതായത് അവർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ജീവികളായിരുന്നു. അപ്പോൾ ഇവയുടെ കൊഴുപ്പ് കൊണ്ടാണ് ഈ ഗ്രീസ് നിർമ്മിച്ചിട്ടുള്ളതെന്നുള്ള ഒരു കിംവദന്തി പരന്നു. ഇത് ശിപായിമാർക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള കലാപം അഴിച്ചുവിടാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരിൽ പലരും വിശ്വസിച്ചത് ഗവൺമെൻറ് മനഃപൂർവ്വം തങ്ങളുടെ മതവിശ്വാസത്തെ നശിപ്പിക്കാനും ക്രിസ്തുമതത്തിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് ശിപായിമാർക്കിടയിൽ പ്രചരിച്ചത്. ഇതാണ് കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ. ഇനി കലാപത്തിൻ്റെ തുടക്കവും അതിൻ്റെ ഗതിയും, ഏത് രീതിയിലാണ് ആ കലാപം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. കാലങ്ങളായിട്ട് ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ അനുഭവിക്കുന്ന ഇന്ത്യൻ ജനത അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തതാണ്. അപ്പോൾ 1887 കലാപത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ എങ്ങനെ തുരത്താമെന്ന ഇന്ത്യക്കാരുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഈ കലാപത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള രേഖകൾ കലാപകാരികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. ഈ രേഖകളെല്ലാം നമുക്ക് കിട്ടിയത് ബ്രിട്ടീഷുകാരുടെ എഴുത്തുകളിൽ നിന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഇവർ രേഖകളൊന്നും സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ പരാജയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം കലാപകാരികൾക്ക് അനുകൂലമായി ആരൊക്കെ എന്തെങ്കിലും അവതരിപ്പിച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ അതിനെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ ബ്രിട്ടീഷുകാർ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1857 കലാപത്തെക്കുറിച്ച് കലാപകാരികളിൽ നിന്നുള്ള രേഖകൾ നമുക്ക് അത്ര തന്നെ ലഭ്യമല്ല. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ കലാപത്തെക്കുറിച്ച് ആരെങ്കിലും കലാപകാരികൾക്ക് അനുകൂലമായിട്ട് എഴുതിയാൽ അതിനെതിരെ ബ്രിട്ടീഷുകാർ ശക്തമായിട്ട് നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വ്യാപകമായിട്ട് വളരെ ഭംഗിയായി സംഘടിപ്പിക്കപ്പെട്ട ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഈ കലാപമെന്ന് ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ചപ്പാത്തികളും ചുവന്ന താമരകളും വിതരണം ചെയ്തതും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സന്യാസിമാരും ഫക്കീർമാരും ഈ കലാപത്തെക്കുറിച്ച് പ്രചാരണം നടത്തിയതിനെക്കുറിച്ചും ഈ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് കലാപത്തിന് കാരണമായിട്ട് ഒരു മുൻകൂട്ടി എന്തെങ്കിലും നടപടികൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമല്ല. പക്ഷേ കലാപത്തിലേക്ക് നയിക്കുന്ന കുറേ സാഹചര്യങ്ങളിലൂടെ ഇന്ത്യൻ ജനത നിരന്തരം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു സംഘടിതമായ ഗൂഢാലോചനയെ സൂചിപ്പിക്കുന്ന
ഒരു തുണ്ട് കടലാസെങ്കിലും കലാപത്തിന് മുമ്പോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന ഒരു ഗൂഢാലോചനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും ബ്രിട്ടീഷ് ജനതയോട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തോട് ശക്തമായ എതിർപ്പുള്ളവരായിരുന്നു. അതിനുള്ള ഒരു സാഹചര്യം, പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ശിപ്പായിമാരോട് ഗ്രീസ് പുരട്ടിയ തിര ഉപയോഗിക്കാൻ പറഞ്ഞതും അതിനെതിരെ ശക്തമായിട്ട് അവർ പ്രതികരിച്ചതുമാണ്. ഡൽഹിയിൽ 58 കിലോമീറ്റർ അകലെയുള്ള മീററ്റിൽ 1857 മെയ് 10 കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് അത് അതിവേഗത്തിൽ മറ്റ് പ്രദേശങ്ങളിലേക്കെല്ലാം വ്യാപിക്കുകയാണ് ചെയ്തത്. പഞ്ചാബ് മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബീഹാർ മുതൽ പടിഞ്ഞാറ് രജപുത്താന വരെയും വിസ്തൃതമായ ഒരു ഭൂഭാഗത്ത് കലാപം വ്യാപിക്കാൻ തുടങ്ങി. മീററ്റിൽ അപ്പോൾ ഡൽഹിയിൽ നിന്ന് 58 കിലോമീറ്റർ അകലെയുള്ള മീററ്റിൽ 1857 മെയ് മാസത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് അത് അതിവേഗത്തിൽ ശക്തി സംഭരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. പഞ്ചാബ് മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബീഹാർ മുതൽ പടിഞ്ഞാറ് രജപുത്താന വരെയും ഈ കലാപം വ്യാപിച്ചു. മീററ്റിലെ തുടക്കത്തിന് മുമ്പ് തന്നെ ബരക്പൂരിലെ മംഗൾ പാണ്ഡെ രക്തസാക്ഷിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു യുവ സൈനികനായിട്ടുള്ള മംഗൾ പാണ്ഡെ അദ്ദേഹം ഒറ്റയ്ക്ക് കലാപമുണ്ടാക്കി. അതായത് മേലധികാരികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് കലാപം നയിച്ചു. 1857 മാർച്ച് 29 അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. ഇതും ഇത്തരം മറ്റനേകം സംഭവങ്ങളും ശിപ്പായിമാരുടെ ഇടയിൽ ഇവർക്കെതിരെ അതൃപ്തി ഉണ്ടാക്കാനും ഇവർക്കെതിരെ അതൃപ്തി വർദ്ധിപ്പിക്കാനും ഇത് കലാപത്തിലേക്ക് നയിക്കാനും കാരണമായി. അതോടുകൂടിയാണ് മീററ്റിലെ പൊട്ടിത്തെറി ഉണ്ടായത്. ഏപ്രിൽ 24 3-ാം നേറ്റീവ് റെജിമെന്റിലെ 90 സൈനികർ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചു. മെയ് 9 അവരിൽ 85 പേരെ പിരിച്ചുവിടുകയും 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചങ്ങലയിലിടുകയും ചെയ്തു. ഇത് മീററ്റിൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരുടെ ഇടയിൽ ഒരു പൊതു കലാപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റപ്പെടുന്നുണ്ട്. ഈ ഒരു സംഭവം ശിപ്പായിമാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ അമർഷം വർദ്ധിക്കാൻ കാരണമായി. അപ്പോഴാണ് മീററ്റിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. അതായത് ഏപ്രിൽ 24 3-ാം നേറ്റീവ് റെജിമെന്റിലെ 90 സൈനികർ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. മെയ് 9 അവരിൽ 85 പേരെ പിരിച്ചുവിടുകയും 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചങ്ങലക്കിടുകയും ചെയ്തു. ഇത് മീററ്റിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരുടെ ഇടയിൽ ഒരു പൊതു കലാപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം തന്നെ മെയ് 10 അവർ തടവിലാക്കപ്പെട്ട സുഹൃത്തുക്കളെ തുറന്നുവിടുകയും ഓഫീസർമാരെ കൊല്ലുകയും കലാപക്കൊടി ഉയർത്തുകയും ചെയ്തു. ഇതോടുകൂടി 1857 കലാപത്തിന് തുടക്കം കുറിച്ചു. ഒരു കാന്തത്താൽ ആകർഷിക്കപ്പെട്ടതുപോലെ സൂര്യാസ്തമയത്തിന് ശേഷം അവർ ഡൽഹിക്ക് തിരിച്ചു. മീററ്റിൽ നിന്നുള്ള പട്ടാളക്കാർ അടുത്ത പ്രഭാതത്തിൽ ഡൽഹിയിൽ വന്നു. അവിടുത്തെ ഇൻഫൻട്രി, അതായത് കാലാൾ സൈന്യത്തിനാണ് ഇൻഫൻട്രി എന്ന് പറയുക, അവിടുത്തെ ഇൻഫൻട്രിക്കൊപ്പം ചേരുകയും യൂറോപ്പുകാരായ ഓഫീസർമാരെ കൊന്ന് നഗരം പിടിച്ചടക്കുകയും ചെയ്തു. മെയ് 10 കലാപം ആരംഭിച്ച കലാപകാരികൾ ഡൽഹിയിലേക്ക് എത്തുകയും അവിടുത്തെ ഇൻഫൻട്രിയോടൊപ്പം ചേരുകയും യൂറോപ്പുകാരായിട്ടുള്ള ഓഫീസർമാരെ അവർ കൊല്ലുകയും ആ നഗരം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ കലാപകാരികളായ പട്ടാളക്കാർ വയോധികനും അധികാരമില്ലാത്തവരുമായ ബഹദൂർ ഷായെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു. അങ്ങനെ ഡൽഹി താമസിയാതെ ഈ കലാപത്തിൻ്റെ കേന്ദ്രമായി മാറുകയും ബഹദൂർ ഷാ ഒരു മഹത്തായ പ്രതീകമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ മുഗൾ വംശത്തിൻ്റെ നീണ്ടകാലത്തെ ഭരണം അതിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഐക്യത്തിൻ്റെ പരമ്പരാഗതമായ പ്രതീകമായി മാറ്റിയതിൻ്റെ തെളിവായിരുന്നു അവസാന മുഗൾ രാജാവിനെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തിയ ഈ ഒരു നടപടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുഗൾ വംശത്തിൻ്റെ നീണ്ട കാലത്തെ ഭരണം അതിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഐക്യത്തിൻ്റെ പരമ്പരാഗത പ്രതീകമായിട്ടായിരുന്നു ഈ ശിപ്പായിമാർ കണ്ടിരുന്നത്. അതിൻ്റെ ഒരു
തെളിവെന്ന നിലയിലാണ് ബഹദൂർ ഷായെ രാജാവായി അവരോധിക്കുന്ന നടപടി ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ ശിപ്പായിമാര് ഒരു വിപ്ലവ പോരാട്ടമായിട്ട് അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കലാപകാരികളായ ശിപ്പായികൾ അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ ഡൽഹിയിലേക്ക് എത്തുകയും അവർ ഡൽഹി കലാപത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരായ എല്ലാ മുഖ്യന്മാരും മുഗൾ ചക്രവർത്തിയോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറായി. ബഹദൂർ ഷാ ആകട്ടെ ശിപ്പായിമാരുടെ പ്രേരണയാലും അവരുടെ സമ്മർദ്ദത്താലും ആദ്യത്തെ ഒരു വിസമ്മതം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാ മുഖ്യന്മാർക്കും രാജാക്കന്മാർക്കും കത്തെഴുതുകയും പോരാട്ടത്തിനു വേണ്ടി ഇന്ത്യൻ രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറസി ഉണ്ടാക്കാനും ബ്രിട്ടീഷ് ഭരണത്തെ മാറ്റി ആ സ്ഥാനത്ത് ഇന്ത്യയിൽ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബംഗാൾ സൈന്യം മുഴുവൻ വേഗത്തിൽ കലാപത്തിൽ ഉയരുകയും അതിവേഗത്തിൽ അത് പടരുകയും ചെയ്യാൻ തുടങ്ങി. അവധ്, റോഹിൽഖണ്ഡ്, ദുവാബ്, ബുന്ദേൽഖണ്ഡ്, മധ്യ ഇന്ത്യ, ബീഹാറിലെ ഏറെ ഭാഗങ്ങള്, പഞ്ചാബ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ അവരുടെ ബ്രിട്ടീഷുകാരുടെ അധികാരങ്ങളെ അവർ ഇല്ലാതാക്കാൻ തുടങ്ങി. അപ്പോൾ പല നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷ് അധികാരികളോട് വിധേയത്വമുള്ളവരായിരുന്നു അവിടുത്തെ ഭരണാധികാരികൾ. ഇൻഡോറിൻ്റെ മിക്ക സൈന്യവും ലഹളയുണ്ടാക്കുകയും അവർ ശിപ്പായിമാരോട് ചേരുകയും ചെയ്തു. അതായത് അവിടെയുള്ള പല നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷ് ഭരണാധികാരികളോട് വിധേയരായിരുന്നു. പക്ഷെ അവിടെയുള്ള സൈനികർ ഈ സൈനികരോടൊപ്പം ചേരുകയും ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പരമാധികാരത്തിനെതിരെ ശക്തമായിട്ടുള്ള കലാപം നടത്തുകയും ചെയ്തു. അതുപോലെ ഗ്വാളിയോറിന്റെ 20,000-ത്തിലധികം സൈന്യങ്ങൾ താന്തിയ തോപ്പിയുടെയും ഝാൻസി റാണിയുടെയും പക്ഷത്തേക്ക് മാറാൻ തുടങ്ങി. മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലെയും അനേകം ചെറിയ മുഖ്യന്മാര് ബ്രിട്ടീഷുകാരോട് വൈരാഗ്യമുണ്ടായിരുന്ന ജനങ്ങളുടെ സഹായത്തോടു കൂടി അവരും കലാപം ഉണ്ടാക്കി. പ്രാദേശിക ലഹളകൾ ഹൈദരാബാദിലും ബംഗാളിലും നടന്നു. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അലയടികൊണ്ടു. കലാപം വളരെ ശക്തവും പരപ്പുള്ളതും ആഴമുള്ളതുമായിരുന്നു. ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും എല്ലായിടത്തും ശിപ്പായിമാരുടെ ലഹള സാധാരണക്കാരുടെ ജനകീയ കലാപങ്ങൾക്ക് വഴിതെളിച്ചു. ശിപ്പായിമാര് ബ്രിട്ടീഷ് അധികാരത്തെ നശിപ്പിച്ചതിന് ശേഷം സാധാരണക്കാര് കുന്തം, കോടാലി, അമ്പും വില്ലും, ലാത്തി, അരിവാള്, നാടൻ പീരങ്കികൾ എന്നിവ ഉപയോഗിച്ച് അവർ രംഗത്തിറങ്ങി. ലഹളയുണ്ടാകുന്നതിന് മുമ്പും അല്ലെങ്കിൽ ശിപ്പായി റെജിമെന്റുകൾ ഇല്ലായിരുന്ന സ്ഥലത്തും ജനങ്ങൾ കലാപം നടത്തി. കർഷകരുടെയും കൈവേലക്കാരുടെയും കടയുടമസ്ഥന്മാരുടെയും കൈക്കൂലിക്കാരുടെയും ജമീന്ദാർമാരുടെയും കലാപത്തിലുള്ള പങ്കാളിത്തം ആ കലാപത്തിന് ശക്തി പകരുകയും ഒരു ജനകീയ കലാപത്തിൻ്റെ സ്വഭാവം അതിന് പകർന്നു കൊടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ഇന്നത്തെ ഉത്തരേന്ത്യയും ബീഹാറും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ രീതിയിൽ കലാപം നടന്നു. ഇവിടെ തങ്ങളെ പുറത്താക്കിയ പണമിടപാടുകാരെയും പുതിയ ജമീന്ദാർമാരെയും ആക്രമിച്ചുകൊണ്ടാണ് കർഷകരും ജമീന്ദാർമാരും അവരുടെ കലാപം നടത്തിയത്. പണമിടപാടുകാരൻ്റെ കണക്ക് പുസ്തകങ്ങളും കടം കൊടുത്തതിൻ്റെ രേഖകളും കലാപകാരികൾ നശിപ്പിച്ചു. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച നിയമ കോടതികളും ഓഫീസും റവന്യൂ രേഖകളും അവരാക്രമിച്ചു. പല പോരാട്ടങ്ങളിലും ശിപ്പായിമാരേക്കാൾ കൂടുതൽ സാധാരണക്കാർ ഉണ്ടായിരുന്നു എന്നതാണ് ഈ കലാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒരു കണക്ക് പ്രകാരം അവധിൽ ഇംഗ്ലീഷുകാരോട് പൊരുതി മരിച്ച 1,50,000 പേരിൽ 1,00,000 പേർ സൈനികരല്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം സാധാരണക്കാരായ ജനവിഭാഗങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർ ബ്രിട്ടീഷുകാരോട് സജീവമായ വിദ്വേഷം പുലർത്തുകയും സഹായമോ വിവരങ്ങളോ നൽകാൻ മടിക്കുകയും തെറ്റായ വിവരം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ തെറ്റിദ്ധരിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലണ്ടൻ ടൈംസിൻ്റെ കറസ്പോണ്ടൻ്റായി 1858-ലും 1859-ലും ഇന്ത്യയിൽ യാത്ര ചെയ്ത WH റസ്റ്റിൽ എഴുതുന്നുണ്ട്, ഒരവസരത്തിലും വെള്ളക്കാരൻ്റെ വാഹനത്തിനു നേരെ സൗഹൃദത്തോടെ ആരും നോക്കിയിരുന്നില്ല. അവരുടെ കണ്ണുകളുടെ ഭാഷ അതിൽ ആർക്കാണ് സംശയം എന്ന് ചോദിക്കേണ്ടത്? ആർക്കാണ് അതിനെ മറിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുക?
നമ്മുടെ വംശത്തെ ഏറെ പേർക്കും ഭയമില്ലെന്നും എല്ലാവരും അതിനെ വെറുക്കുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കാര്യം കണ്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ അവർ യുദ്ധത്തിൽ പങ്കുകൊണ്ടിട്ടില്ലെങ്കിൽ തന്നെയും, അവർ ഈ കലാപത്തിൽ പങ്കുകൊണ്ടിട്ടില്ലെങ്കിൽ തന്നെയും കലാപകാരികളായ സൈനികരോട് അനുകൂലമായ ഒരു നിലപാടും കലാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സൈനികരെ സാമൂഹികമായി ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ 1857 കലാപത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ജനകീയ സ്വഭാവം തെളിവായിട്ടുണ്ടായിരുന്നു. ശിപ്പായിമാർക്കെതിരെ മാത്രമല്ല, ഗ്രാമങ്ങൾ മൊത്തമായി കത്തിയെരിച്ചും ഗ്രാമീണരും നഗരവാസികളുമായ ജനങ്ങളെ കൊന്നുകൊണ്ടും ഡൽഹി, അവധ്, നോർത്ത് വെസ്റ്റേൺ പ്രോവിൻസ്, ആഗ്ര, മധ്യേന്ത്യ, പശ്ചിമ ബീഹാർ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കെതിരെ വളരെ ശക്തവും നിർദാക്ഷിണ്യവുമായ ഒരു യുദ്ധം അവർക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഓരോരോ ഗ്രാമമായിട്ട് യുദ്ധം ചെയ്യേണ്ടിയും തിരിച്ചു പിടിക്കേണ്ടിയും വന്നു. വിചാരണ കൂടാതെ പരസ്യമായിട്ട് തൂക്കിലേറ്റിയും കൊന്നും ജനങ്ങളെ മുട്ടുകുത്തിക്കേണ്ടി വന്നു. ഈ ഭാഗങ്ങളിലെ കലാപം എത്രമാത്രം ആഴമുള്ളതായിരുന്നുവെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1857 കലാപത്തിൻ്റെ ശക്തി അധികവും ഹിന്ദു മുസ്ലിം ഐക്യത്തിലായിരുന്നു. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരിപൂർണ സഹകരണത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കലാപകാരികളും ഒരു മുസ്ലിമായ ബഹദൂർ ഷായെ ചക്രവർത്തിയായിട്ട് അംഗീകരിച്ചു. മീററ്റിലെ ഹിന്ദുക്കളായ ശിപ്പായിമാരുടെ ആദ്യ ചിന്ത ഡൽഹിയിലേക്ക് നീങ്ങുക എന്നതായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ കലാപകാരികളും ശിപ്പായിമാരും അവർ പരസ്പരം അവരുടെ വികാരങ്ങളെ മാനിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് കലാപം വിജയിച്ച ഇടങ്ങളിലെല്ലാം തന്നെ ഹിന്ദു വികാരങ്ങളെ മാനിക്കാൻ വേണ്ടിയിട്ട് ഗോവധം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, നേതൃത്വത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും സമമായിട്ടായിരുന്നു പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മുതിർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഐച്ചീസൺ പിൽക്കാലത്ത് വിദ്വേഷത്തോടെ പരാതിപ്പെട്ടപ്പോൾ കലാപത്തിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം പരോക്ഷമായിട്ട് പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുഹമ്മദിയരെ ഹിന്ദുക്കൾക്കെതിരായി അണിനിരത്താൻ കഴിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയിലെ ജനങ്ങളും രാഷ്ട്രീയക്കാരും ഇന്ത്യയിലെ ജനങ്ങളും രാഷ്ട്രീയവും മധ്യകാലത്തും 1858 മുമ്പും അടിസ്ഥാനപരമായി സാമുദായിക സ്പർദ്ധ ഉള്ളവരായിരുന്നില്ല എന്ന് നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാക്കാൻ പറ്റും. 1857 കലാപത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഡൽഹി, കാൺപൂർ, ലക്നൗ, ബറേലി, ഝാൻസി, ബീഹാറിലെ ആര എന്നിവിടങ്ങളിലായിരുന്നു. അപ്പോൾ ഡൽഹിയിലെ നാമമാത്രമായതും പ്രതീകാത്മകവുമായിട്ടുള്ള ചക്രവർത്തിയായിട്ട് ബഹദൂർ ഷാ അവരോധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥ നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത്ഖാന്റെ നേതൃത്വത്തിലുള്ള സൈനികരായിരുന്നു. ബറേലിയിലെ സൈനികരുടെ കലാപം നയിച്ചതും ഡൽഹിയിലേക്ക് കൊണ്ടുവന്നതും ജനറൽ ഭക്ത്ഖാനാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൽ അദ്ദേഹം പീരങ്കിപ്പടയിലെ ഒരു സാധാരണ സുബേദാറായിരുന്നു. കലാപത്തിൻ്റെ ആസ്ഥാനത്ത് ഭക്ത്ഖാൻ സാധാരണക്കാരുടെ ജനകീയ പ്രതിനിധിയായിരുന്നു. ഒരു ദുർബലനായിട്ടുള്ള കണ്ണി മാത്രമായിരുന്നു ബഹദൂർ ഷാ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ദുർബലമായ വ്യക്തിത്വവും പ്രായാധിക്യവും നേതൃഗുണങ്ങളുടെ അഭാവവും കലാപത്തിൻ്റെ സിരാകേന്ദ്രത്തിൽ രാഷ്ട്രീയപരമായ മന്ദത ഉണ്ടാക്കുകയും ഇത് കണക്കിൽ കവിഞ്ഞ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാന പേഷ്വായിട്ടുള്ള ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായിട്ടുള്ള നാനാ സാഹിബാണ് കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നാനാ സാഹിബിൻ്റെ ശിപ്പായിമാരുടെ സഹായത്തോടു കൂടി ഇംഗ്ലീഷുകാരെ കാൺപൂരിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം സ്വയം പേഷ്വയായിട്ട് അവരോധിക്കുകയും ചെയ്തു. അതേസമയം ബഹദൂർ ഷായെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അംഗീകരിക്കുകയും സ്വയം ഗവർണറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം നാനാ സാഹിബിന് വേണ്ടി പോരാടുന്നതിനുള്ള മുഖ്യ ചുമതല അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സേവകരിൽ ഒരാളായ താന്തിയ തോപ്പിക്കായിരുന്നു. താന്തിയ തോപ്പി ദേശസ്നേഹം കൊണ്ടും നിശ്ചയദാർഢ്യത്തോടുള്ള പോരാട്ടം കൊണ്ടും വിദഗ്ധമായ ഗറില്ല തന്ത്രങ്ങൾ കൊണ്ടും അനശ്വരനായുള്ള വ്യക്തിയായിരുന്നു. സാഹിബിന്റെ മറ്റൊരു വിശ്വസ്ത സേവകനായിരുന്നു അസീമുള്ള. രാഷ്ട്രീയ പ്രചാരണത്തിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. നാനാ സാഹിബ് കാൺപൂർ കോട്ടയിലെ
കാൺപൂർ കോട്ടയിലെ ബ്രിട്ടീഷ് സൈന്യത്തെ ചതിച്ചു കൊന്നതിലൂടെ ധീരമായിട്ട് നേടിയെടുത്ത പല നേട്ടങ്ങളും പെട്ടെന്ന് ഇല്ലാതാവാൻ തുടങ്ങി. സുരക്ഷിതരായി കടന്നു പോകാൻ അനുവദിക്കാമെന്ന് അദ്ദേഹം നേരത്തെ സമ്മതിച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കലാപം ഇന്ത്യക്കാർക്ക് അനുകൂലമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാനാ സാഹിബ് കാൺപൂർ കോട്ടയിലെ ബ്രിട്ടീഷ് സൈന്യത്തെ ചതിച്ചു കൊന്നത്. ഇത് അതുവരെ ധീരമായി കഴിഞ്ഞ ആ കലാപത്തെ താറുമാറാക്കാൻ കാരണമായി. ലക്നൌവിലെ കലാപം നയിച്ചത് അവധിലെ ബീഗമായ ഹസ്രത്ത് മഹലായിരുന്നു. അവർ ഇളയ മകനായ ബ്രിജിസ് ഖാദറിനെ അവധിലെ നവാബായിട്ട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലക്നൌവിലെ ശിപ്പായിമാരുടെയും അവധിലെ ജമീന്ദാർമാരുടെയും കർഷകരുടെയും സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാർക്കെതിരായി ബീഗം ഒരു സമ്പൂർണ്ണ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. നഗരം ഉപേക്ഷിക്കാൻ നിർബന്ധരായിട്ടുള്ള ബ്രിട്ടീഷുകാർ റെസിഡൻസി കെട്ടിടത്തിൽ അഭയം പ്രാപിച്ചു. ചെറിയ ബ്രിട്ടീഷ് സൈന്യം മാതൃകാപരമായിട്ടുള്ള സഹനശക്തിയോടും ധീരതയോടും തിരിച്ചു പോരാടിയതുകൊണ്ട് ഒടുവിൽ ഈ ഒരു റെസിഡൻസി അവരുടെ കൈകളിലേക്ക് തന്നെ വരികയാണ് ചെയ്തത്. 1857 കലാപത്തിൻ്റെ മഹത്തായ നേതാക്കളിൽ ഒരാളാണ് ഝാൻസി റാണി. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മഹത്വമുള്ള വീരനായികമാരിൽ ഒരാളാണ് അവർ. സിംഹാസനത്തിന് ഒരവകാശിയെ ദത്തെടുക്കാനുള്ള റാണിയുടെ അവകാശത്തെ ബ്രിട്ടീഷുകാർ നിരസിച്ച സമയത്ത് ഇത് ഝാൻസി റാണിയെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് കലാപം നടത്താൻ പ്രേരിപ്പിച്ചു. ചെറുപ്പക്കാരിയായ രാജ്ഞി കലാപകാരികളോടൊപ്പം ചേർന്നു. റാണി കുറച്ച് നാള് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിന്നു. എന്നാൽ കലാപകാരികളോട് ചേരുക എന്നുള്ളത് അവർ തീരുമാനിക്കുകയും സൈന്യത്തിൻ്റെ തലപ്പത്ത് നിന്നുകൊണ്ട് അവർ ധീരമായിട്ട് പോരാടുകയും ചെയ്തു. അവരുടെ ധീരതയുടെയും സൈനിക വൈദഗ്ധ്യത്തിൻ്റെയും കഥകൾ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും കോരിത്തരിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. സ്ത്രീകൾ പോലും പീരങ്കികൾ പ്രവർത്തിപ്പിക്കുകയും ആയുധ സാമഗ്രികൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാൽ ഝാൻസിയിൽ നിന്ന് തുരത്തപ്പെട്ട അവർ അനുയായികളെ കൊണ്ട് ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അല്ലെങ്കിൽ സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന പ്രതിജ്ഞ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാൽ ഝാൻസിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഝാൻസി റാണി അല്ലേ. അപ്പോൾ അവർ തൻ്റെ അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. എന്താ പ്രതിജ്ഞ ചെയ്യിച്ചത്? ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അതായത് സ്വതന്ത്ര ഭരണം നശിപ്പിക്കപ്പെടുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താന്തിയ തോപ്പിയുടെയും വിശ്വസ്തരായ അംഗരക്ഷകരുടെയും സഹായത്തോടു കൂടി അവർ ഗ്വാളിയോർ പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാരോട് വിധേയത്വം കാട്ടിയ സിന്ധ്യ മഹാരാജാവ് റാണിയോട് പൊരുതാൻ ശ്രമിച്ചെങ്കിലും സൈന്യത്തിലെ മിക്കവരും റാണിയുടെ പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് റാണിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആഗ്രയിലെ ഇംഗ്ലീഷുകാരോടൊപ്പം സിന്ധ്യയും അഭയം തേടി. 1858 ജൂൺ 17 യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ധീരയായി റാണി മരിച്ചു. സൈന്യത്തിൻ്റെ വേഷമണിഞ്ഞ് കുതിരപ്പുറത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ജീവിതകാലം മുഴുവൻ സഖിയായും തുണയായും കഴിഞ്ഞിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയും അവരുടെ കൂടെ മരിച്ചു വീണു. ആരായ്ക്ക് സമീപമുള്ള ജഗദീഷ്പൂരിലെ നശിക്കപ്പെട്ടു പോയതും അതൃപ്തനുമായുള്ള കൻവർ സിംഗ് ആയിരുന്നു ബീഹാറിൻ്റെ കലാപത്തിൻ്റെ മുഖ്യ സംഘാടകൻ എന്ന് പറഞ്ഞാൽ. 80ഓളം വയസ്സുണ്ടെങ്കിലും കലാപത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സൈനിക നേതാവും തന്ത്രശാലിയും അദ്ദേഹമായിരുന്നു. ഹൈദരാബാദിലെ മൗലവി അഹമ്മദുള്ള ആയിരുന്നു കലാപത്തിൻ്റെ മറ്റൊരു നേതാവ്. മദ്രാസ് സ്വദേശിയായിരുന്ന അദ്ദേഹം സായുധ കലാപത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടാണ് ആരംഭം കുറിച്ചത്. 1857 അദ്ദേഹം വടക്കോട്ട് ഫൈസാബാദിലേക്ക് നീങ്ങുകയും രാജ്യദ്രോഹം പ്രസംഗിക്കുന്നത് തടയാൻ അയക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒരു കമ്പനിയോട് യുദ്ധം നടത്തുകയും ചെയ്യുന്നുണ്ട്. മെയ്യിൽ പൊതുകലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവധിലെ അംഗീകരിക്കപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ട് അദ്ദേഹം ഉയർന്നു വരുന്നുണ്ട്. കലാപത്തിലെ ഏറ്റവും മഹാന്മാരായ നായകർ ശിപ്പായിമാരായിരുന്നു. അവരിലെ പലരും യുദ്ധരംഗത്ത് ഏറെ ധൈര്യം പ്രകടിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ നിസ്വാർത്ഥരായി ജീവിതം ഹോമിക്കുകയും ചെയ്തു. മറ്റെന്തിനേക്കാളും ഉപരി അവരുടെ നിശ്ചയദാർഢ്യവും
അർപ്പണബോധവുമാണ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ ഏതാണ്ട് തുരത്തി ഓടിക്കപ്പെട്ടു എന്ന നിലയിലെത്തിച്ചത്. അതായത് ഈ ഒരു ദേശസ്നേഹ പോരാട്ടത്തിൽ അവരുടെ മതവിശ്വാസങ്ങൾക്ക് അവർ അധിക പ്രാധാന്യം നൽകിയില്ല. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടകളുടെ പേരിലാണ് ഈ ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും ഇത് ശത്രുക്കളെ പുറത്താക്കാനായിട്ട് അതേ വെടിയുണ്ടകൾ അവർ യുദ്ധത്തിൽ യഥേഷ്ടം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ബ്രിട്ടീഷ് പരമാധികാരത്തെ പുറന്തള്ളാൻ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് പൊരുതിയ ഒരു കലാപമായിരുന്നു 1857 കലാപം. ഇനി നമുക്ക് കലാപത്തിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയതിനെ കുറിച്ചുമാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.